ഒരു കഥ പറയട്ടെ. ലാളിത്യത്തിനും കരുണയ്ക്കും പേര് കേട്ട ഒരു ഗുരു ഉണ്ടായിരുന്നു. മഴ പെയ്യുന്ന ഒരു സന്ധ്യയ്ക്ക് അദ്ദേഹവും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടി നനഞ്ഞു വിറച്ച് ആ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി വന്നു. അവരതിനെ തുടച്ച് പാല് കൊടുത്തു. വയറ് നിറഞ്ഞ പൂച്ചക്കുട്ടി സുഖമായി ഗുരുവിൻ്റെ പീഠത്തിന് അരികിൽ കിടന്ന് ഉറങ്ങി. പിന്നീട് അത് പതിവായി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ ഗുരു സമാധിയാവുകയും പുതിയ ആൾ ഗുരുവിൻ്റെ സ്ഥാനം ഏൽക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂച്ചയെ കാണാതെയായി. അന്നവർക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാനായില്ല. പൂച്ചയില്ലാതെ പ്രാർത്ഥന നടക്കില്ലെന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതോടെ അവർ വില കൊടുത്ത് വിശേഷപ്പെട്ട ഒരു പൂച്ചയെ വാങ്ങി. പതുക്കെ പതുക്കെ പൂച്ച അവിടുത്തെ വിശുദ്ധ മൃഗമായി മാറി. പൂച്ചകളെ ഊട്ടുന്നത് അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു വഴിയാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞതോടെ അവിടെ പൂച്ചയൂട്ട് ആരംഭിച്ചു. പല ഇടങ്ങളിൽ നിന്നും വിവിധ ഇനം പൂച്ചകളെ അവിടെ കൊണ്ടുവന്നു തുടങ്ങി. പൂച്ചകൾക്ക് വേണ്ടി വലിയ കൂടുകൾ അവിടെ നിർമ്മിക്കപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന പലതരത്തിലുള്ള പൂച്ചകളെ കാണാൻ ധാരാളം സന്ദർശകരും അവിടെ എത്തിത്തുടങ്ങി. അങ്ങനെ ഗുരു തീർത്തും അപ്രസക്തനായപ്പോൾ അവിടെയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം മാറ്റിയിട്ട് അവർ പൂച്ചയുടെ വലിയ ഒരു ശില്പം പ്രതിഷ്ഠിച്ചു. ഒരിക്കൽ കരുണയുടെ ആശ്രമം എന്നറിയപ്പെട്ടിരുന്ന അവിടം പിന്നീട് പൂച്ചകളുടെ ആശ്രമം എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ നിസ്സഹായമായ ഒരു പൂച്ചക്കുട്ടിയോട് ഗുരു കാട്ടിയ കരുണയുടെ പാഠം വിസ്മരിക്കപ്പെടുകയും പ്രത്യേക സാഹചര്യത്തിൽ ആരംഭിച്ച ചില ശീലങ്ങൾ പതിയെ ആചാരമായി വളരുകയും അത് പിന്നെ അവിടുത്തെ ആരാധനാരീതിയായി തീരുകയും ചെയ്തു. ആചാരങ്ങളെ ആരാധനയായി തെറ്റിദ്ധരിച്ച മനുഷ്യരെ തിരുത്താൻ ശ്രമിക്കുന്ന യേശുവിനെ സുവിശേഷത്തിൽ നമുക്ക് കാണാനാവും. സുവിശേഷ സന്ദർഭം ഇങ്ങനെയാണ്. യഹൂദരുടെ രീതി അനുസരിച്ച് ഭക്ഷണം കഴിക്കും മുൻപ് അനുഷ്ഠിക്കേണ്ട ചില ക്ഷാളന കർമ്മങ്ങളുണ്ട്. അത് വൃത്തി എന്നതിനേക്കാളും ആചാരപരമായ ചില നിഷ്ഠകളാണ്. അങ്ങനെയുള്ള രീതിക്രമങ്ങൾ രൂപപ്പെടുന്നതിന് അന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ പിന്നീട് എന്തിനു വേണ്ടിയാണോ അങ്ങനെയുള്ള കർമ്മങ്ങൾ ആരംഭിച്ചത് ആ കാരണങ്ങൾ വിസ്മരിക്കപ്പെടുകയും ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് അതിയായ പ്രാധാന്യം കൈവരുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്ന ആളാണ് ഏറ്റവും ഉന്നതനായ ആൾ എന്നുള്ള ചിന്ത പോലും അവർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള യഹൂദർ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് യേശുവിനോട് പരാതി പറയുന്നതാണ് സുവിശേഷത്തിലെ രംഗം. അവരെ കേട്ടതിന് ശേഷം യേശു അവരോട് പറയുന്നൊരു മറുപടിയുണ്ട്. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന്. ഇത് യഹൂദരെക്കുറിച്ച് മാത്രമുള്ള ആക്ഷേപമായി കരുതിപ്പോകരുത്. ഏതൊരു മതവിശ്വാസിയും പെട്ടുപോകുന്ന പ്രലോഭനമാണ് ഇത്. ആചാരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആരാധന നമുക്കിടയിലുമുണ്ട്. ആരാധനക്രമത്തിൽ നാം ഇന്ന് കാണുന്ന ഓരോ ചലനവും ഉരുവിടപ്പെടുന്ന ഓരോ വാക്കും അതിൻ്റേതായ ആഴമുള്ള അർത്ഥമുള്ളവയാണ്. അവയൊക്കെയും രൂപപ്പെട്ടത് ദൈവത്തോട് അഗാധമായ സ്നേഹമുള്ളവരുടെ ഹൃദയങ്ങളിൽ നിന്നുമാണ്. ആരാധനക്രമത്തിലെ പ്രവൃത്തികളൊക്കെയും ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. ആ സ്നേഹത്തിൻ്റെ തീവ്രതയോടെ ആരത് ചെയ്താലും അതൊക്കെയും സ്നേഹാതിരേകത്തിൻ്റെ ചെയ്തികളായിരിക്കും. എന്നാൽ സ്നേഹമില്ലാതെ ആരത് ചെയ്താലും അതൊക്കെയും അനുഷ്ഠാനങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെയാണ് ആരാധന ആചാരമായി മാറുന്നത്. അല്ലെങ്കിൽ ആചാരത്തെ ആരാധനയാക്കി മാറ്റുന്നത് സ്നേഹമാണ് എന്ന് പറയാം. എന്നാൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴുള്ള കൃത്യതയിലാണ് ദൈവം സംപ്രീതനാകുന്നത് എന്നും അതാണ് യഥാർത്ഥ ആരാധനയെന്നും തെറ്റിദ്ധരിക്കുമ്പോഴാണ് എവിടേക്ക് തിരിയണമെന്നും നോക്കണമെന്നുമൊക്കെയുള്ള അപ്രധാനമായ കാര്യങ്ങൾ ഗൗരവമായ തർക്കത്തിന് വിഷയമായി മാറുന്നതും വലിയ ഭിന്നതയ്ക്ക് വഴിതെളിക്കുന്നതും. സ്നേഹമെന്നാൽ ചില പ്രവൃത്തികൾ മാത്രമാണ് എന്ന വ്യാഖ്യാനമാണ് ഇതിനൊക്കെയും പ്രേരണയാവുന്നത് എന്ന് പറയാം.
എൻ്റെ ആരാധനകളിൽ സ്നേഹമുണ്ടോ എന്നറിയാനുള്ള വഴി അത് അനുഷ്ഠിക്കുമ്പോൾ ഞാനത് ആസ്വദിക്കുന്നുണ്ടോ എന്നും അതിനൊടുവിൽ ആഹ്ലാദം ഉള്ളിൽ ബാക്കിയാകുന്നുണ്ടോ എന്നും ചോദിച്ചാൽ മതി. ചൊല്ലിക്കുട്ടിയതിൽ അധികവും വെറുതെയായിപ്പോയി എന്ന് ചിലപ്പോൾ തോന്നിയേക്കും. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു എന്നൊക്കെ യേശു പറയുമ്പോൾ അത് നമ്മുടെ സ്നേഹരാഹിത്യത്തിനെതിരെയുള്ള കുറ്റപത്രമായി മാറുന്നില്ലേ? ഓരോ പ്രാർത്ഥനാ നേരവും ഹൃദയം ദൈവത്തോടടുക്കുന്ന രൂപാന്തരീകരണ മലയിൽ യേശു കേട്ടതുപോലെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതിൻ്റെ ധന്യതയാൽ നിറയുകയും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന സമയമാണ്. ഇതുവരെയും എൻ്റെ പ്രാർത്ഥനകളിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിനർത്ഥമെന്താണ്? ഇതുവരെയും ചെയ്തതൊക്കെയും വെറുതെയായിരുന്നു. ദൈവത്തെ തൊട്ടിരിക്കാതെ ഉരുവിട്ട വാക്കുകളെ പ്രാർത്ഥനയെന്ന് വിളിക്കാമോ ആവോ? സ്നേഹമില്ലെങ്കിൽ അതൊക്കെയും പാഴല്ലേ? ആരാധനയിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സാധാരണ നേരങ്ങളിലെ പല പ്രവൃത്തികളും ആചാരങ്ങളായി മാറുന്നുണ്ട്. സ്നേഹരഹിതരാകുമ്പോഴാണ് കടമ നിറവേറ്റാനും ഞാനതൊക്കെ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താനും നാം നിർബന്ധിതരാകുന്നത്. ജീവിത പങ്കാളികൾ തമ്മിലുള്ള സഹശയനത്തിലും ഈ ബോധ്യപ്പെടുത്തൽ സംഭവിക്കുന്നുണ്ട്. ഉള്ളിലൊട്ടും പ്രണയമില്ലാതെ കിടക്ക പങ്കിടുമ്പോൾ അവരിൽ ഒരാൾ അനുഭവിക്കുന്ന ആത്മനിന്ദ എത്ര തീവ്രതരമായിരിക്കുമല്ലേ? അതുപോലെ സ്നേഹമില്ലാത്ത പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ദൈവം എന്ത് ചെയ്യുമോ എന്തോ. ഇല്ല, ചെയ്യുന്നതൊന്നും മോശമല്ല, അതിൽ സ്നേഹമുണ്ടായിരിക്കണം എന്ന ഒറ്റ നിബന്ധനയേ ഉള്ളൂ. വേണ്ട, വേറൊന്നും ചെയ്യണമെന്നില്ല. സ്നേഹിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. ബാക്കിയൊക്കെ തനിയെ സംഭവിച്ചുകൊള്ളും. പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രാർത്ഥിക്കാനുള്ള വരമല്ല, സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.